തന്നെ എണീറ്റ് നമ്മളൊരു സ്ഥലം വരെ പോവുക. എങ്ങോട്ടാണെന്നറിയോ? തിരുവനന്തപുരത്തേക്ക്. ഒരു 5-5.5 മണിക്കൂർ ട്രാവലുണ്ട്. ഞാനാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തിരുവനന്തപുരം കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു വട്ടം ട്രെയിനിൽ പോയിട്ടുണ്ട്, ബട്ട് അതെനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ഞാൻ പോയത്. പക്ഷേ അത്യാവശ്യം ബോധമൊക്കെ ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ചാടി എണീറ്റു. എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. എൻ്റെ ഫീലിങ്സ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. സന്തോഷം വന്നത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ചിലർക്ക് ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഞാൻ ഭയങ്കര സന്തോഷപ്രകടനമൊക്കെ ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറാണ്, അതും AC കോച്ചിലാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല പുതച്ച് മൂടിയിരുന്ന കേട്ടോ പോയത്. പിന്നെ എൻ്റെ ഫേസിൽ കണ്ടോ ഒരു പിമ്പിൾ വന്നു. അതായത് തൊട്ട് നോക്കുക കേട്ടോ പൊട്ടിയിട്ടുണ്ടോയെന്ന്. പക്ഷേ പൊട്ടിയിട്ടുണ്ടെന്നായിരുന്നില്ല ഭാഗ്യത്തിന്. ആൻഡ് എൻ്റെ വേറെയും പിമ്പിൾസ് ഉണ്ട് കേട്ടോ എൻ്റെ ഫേസിൽ. അപ്പോൾ ഞാൻ ഈ ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത് തണുപ്പായതുകൊണ്ടാണ്. എന്തായാലും സഹിച്ചേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. നല്ല റഷുള്ളൊരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനൊക്കെ അത്യാവശ്യം ടൈം എടുത്തു. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്പോട്ട് കണ്ടെത്തണം. അതാണ് അടുത്ത ലക്ഷ്യം. ഞങ്ങൾ നേരെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത്. അതാണ് നല്ല രസമുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിരുന്നു. ഇങ്ങനെ കുറേ വളഞ്ഞ് കയറി മുകളിലോട്ട് എത്തി ഏറ്റവും ടോപ്പിലായിട്ടിരിക്കാൻ സ്ഥലം കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു. ഫുഡ് ഓക്കെ ആയിരുന്നു. വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു. എന്നാലും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് തിരുവനന്തപുരത്ത് വന്നത് ടൂർ വന്നതൊന്നും അല്ല കേട്ടോ. കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിൽ പോകണം അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള മ്യൂസിയത്തിലും സൂലും ഒക്കെ പോയി ഒരു ഐസ്ക്രീമും കഴിച്ചു. ആൻഡ് ഈ മ്യൂസിയം കാണാൻ എന്ത് ഭംഗിയാണ്. പുറമേ നല്ല രസമുണ്ട്, നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത്. ആൻഡ് ആ ഒരു ബിൽഡിങ് തന്നെയാണ് പറയുക. ആ ഒരു കൊട്ടാരമാണോ അതെനിക്ക് അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ആംഗിളിൽ നിന്നും നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സൂവിലേക്കാണ് പോയത്. സൂവിലാണ് കുറേ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഞങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും, കുറേ നടന്നൊക്കെ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയാവുകയും ചെയ്തിട്ടുണ്ടല്ലോ, ഫുഡ് കഴിക്കേണ്ട സമയമായിരുന്നു. അപ്പം അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ മൊത്തം നടന്നു. ബട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം മൃഗങ്ങളൊക്കെ കണ്ടു. കുറച്ച് നേരം കരടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിംഹം ഭയങ്കര ഉറക്കത്തിലായിരുന്നു, ഉച്ചമയക്കത്തിലായിരുന്നു. പിന്നെ എനിക്കങ്ങനെ സൂ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഈ മാന്, അതുപോലെ തന്നെ പക്ഷികൾ, അവരൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ടേക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കുരങ്ങന്മാർ, കാരണം അവരൊക്കെ കാട്ടിൽ വളരേണ്ടവരല്ലേ. അവരൊക്കെ ഇങ്ങനെ കൂട്ടിലിടുന്ന എനിക്കെന്തോ ഭയങ്കര വിഷമം. ഞാനത് കണ്ടൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കഴിച്ചല്ലേ പറ്റുള്ളൂ, അപ്പം കഴിച്ചു. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറേ നേരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ച് പിന്നെ ട്രെയിനിലൊക്കെ കയറി. പിന്നെ ഞാനധികം ക്ലിപ്സൊന്നും ട്രെയിനിൽ എടുത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ക്ലിപ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ദിവസമായിട്ടതൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേഷനിലെത്തി. ഈ കാണുന്ന ട്രെയിനിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ട്രെയിനൊക്കെ പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവസാനം വരെ കണ്ടവരെന്തായാലും ഒരു ഹാർട്ട് കമൻറ്റ് ഇടണേ.